ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കുടയോളം ഭൂമിയിലെ ഫസ്റ്റ് പാഠമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മഴ ചാറുമ്പോൾ എന്നുള്ള പാഠത്തിൻ്റെ ആശയത്തിൻ്റെ ക്ലാസ്, ഒരു കവിതയുടെ ആശയത്തിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണാം. ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മലയാളം പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ പെൻഡിങ്ങിലായിരുന്നു. ചോദ്യോത്തരങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദ്യോത്തരത്തിന്റെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് പാഠം മഴ ചാറുമ്പോൾ എന്നുള്ള പാഠത്തിന്റെ ചോദ്യോത്തരത്തിന്റെ ക്ലാസ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ക്ലാസ് ആണത്. ഒന്നാമത്തെ ചോദ്യം, കവിത ചൊല്ലാം. കവിത ഈണത്തിൽ ഭാവാത്മകമായി ചൊല്ലി അവതരിപ്പിക്കുക. ക്ലാസ്സിൽ നമ്മൾ ഈണത്തിൽ കവിത പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കവിത റീഡ് ചെയ്യുന്ന ക്ലാസ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ട് കേട്ടോ. കവിത നമ്മൾ ഫുള്ളായിട്ട് വായിച്ചിട്ടാണ് ആശയം പറയുന്നത്. തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാർ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആവും ക്ലാസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതയ്ക്കൊപ്പം ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ്, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നോക്കൂ, നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതുക. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി എഴുതുക കേട്ടോ. നമ്മൾ എഴുതിയിരിക്കുന്ന വരികള്, ചേണിലുള്ളം കുളിർക്കായലാണോ, ക്ഷീണമുള്ളത് മാറ്റുവാനാണോ, ഒത്തുചേർന്നവ തങ്ങൾ തന്നെ ഓർമ്മയ്ക്കൊത്ത തേൻമൊഴി പാട്ട് പാടുന്നു എന്ന വരികളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്തുകൊണ്ട് നമുക്ക് ഈ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഈ വരികളിലെ ഭംഗി വായനക്കാരിൽ വയലിൽ പാട്ടുപാടി ഞാറു നടുന്ന ദൃശ്യം തെളിയുന്നു. മാത്രമല്ല അവരുടെ പാട്ട് ആസ്വദിക്കാനും അവരുടെ ഒത്തൊരുമയും നമുക്ക് ഈ വരികളിലൂടെ കാണാം. ചാറ്റൽ മഴയുടെ ഭംഗി നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ ഈ വരികളിലൂടെ കഴിയുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക, അതിന്റെ റീസൺ, കാരണം കൂടി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ചന്തമുള്ള ഭാഷ, വെള്ളിതൻ നേർത്ത കമ്പി, കാർ മുകിലിൻ നുറുങ്ങ്, ഉള്ളിനുള്ളിൽ നിന്ന് ഓലുമി പാട്ട് തുടങ്ങിയ പ്രയോഗങ്ങളുടെ ആശയവും ഭംഗിയും കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ. അതായത് നമ്മളിവിടെ കുറെ വാക്കുകൾ വർണ്ണിച്ചെഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ചാറ്റൽ മഴ എന്താ പറഞ്ഞ, വെള്ളിതൻ നേർത്ത കമ്പി അല്ലെ, അങ്ങനെ വർണ്ണിച്ച് പറയുകയാണ്. അപ്പൊ അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആ പ്രയോഗങ്ങൾ എന്താണ് ആശയമാക്കുന്നത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. ഒന്നാമത്തെ, വെള്ളിതൻ നേർത്ത കമ്പി എന്താണ് ഉദ്ദേശിക്കുന്നത്, ചാറ്റൽ മഴയാണ് അല്ലെ. മഴച്ചാറ്റലിനെ കട്ടി കുറഞ്ഞ വെള്ളിക്കമ്പി ആയിട്ടാണ് കവി ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അടുത്തത്, കാർ മുകിലിൻ നുറുങ്ങ്, കാർ മേഘത്തിൽ നിന്നും പൊടിയുന്ന വെള്ളത്തുള്ളി. അടുത്തത്, ഉള്ളിനുള്ളിൽ നിന്ന് ഓലുമി പാട്ട്, മനസ്സിന്റെ ഉള്ളിൽ തട്ടി ആസ്വദിച്ച് പാടുന്ന പാട്ട്. അതായത് മനസ്സിന്റെ ഉള്ളിൽ തട്ടി എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും വന്ന് തട്ടുകയല്ല, നമ്മൾ നല്ല ആ പാട്ട് നല്ല ആസ്വദിച്ച് പാടില്ലേ, അതിനാണ് ഇവിടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഓലുമി പാട്ടെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രയോഗങ്ങളുടെ ആശയമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം ഇതാണ്, പിന്നെയും പിന്നെയും, ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. ദൂരെ ദൂരെ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്, ഇവിടെ ദൂരെ ദൂരെ എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്, അത് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി അവ കവിതയ്ക്ക് നൽകുന്ന ഭംഗി ചർച്ച ചെയ്യൂ. അപ്പൊ ഇതുപോലെയുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതുകയും വേണം കേട്ടോ. പിന്നെയോ അത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, ഇങ്ങനെ ഒരേ പദം ആവർത്തിച്ചു വരുന്ന സിനിമാ ഗാനങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ, പാടി നോക്കൂ, അതും കൂടെ കണ്ടെത്തി എഴുതണം. അപ്പോൾ 3 ചോദ്യങ്ങളുണ്ടല്ലോ ഒരു ചോദ്യത്തിനകത്ത് തന്നെ. അപ്പൊ സിനിമാ ഗാനം ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. PK ഹരിനാരായണന്റെ വരികളാണ്. മിനുങ്ങും മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നെ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഒരു മൂവി സോങ് ആണ്. അപ്പൊ ഇതുപോലെ എന്താണ് മൂവി സോങ്സ്, അതായത് സിനിമാ ഗാനങ്ങളും എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. ആദ്യം നമുക്ക് ഇതുപോലെയുള്ള സിനിമാ ഗാനങ്ങൾ എന്തൊക്കെ എഴുതാം. പിന്നെ ഇതൊക്കെ മൂവി സോങ് ആണ് കേട്ടോ. പിന്നെയും പിന്നെയും ആരുക്കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. ഇവിടെ പിന്നെയും പിന്നെയും കണ്ടോ ആവർത്തിച്ചു വരുന്നു അല്ലെ, ഒരേ പദം. പിന്നെന്താ, മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങി, എങ്ങോട്ടെങ്ങോട്ടാണ് തിടുക്കം എന്നുള്ളത്. ഇതൊക്കെ സിനിമാ ഗാനങ്ങളാണ്. അപ്പൊ ഇതെന്താണ്, നമ്മൾ പദങ്ങൾ ആവർത്തിച്ചു വരികയാണ് അല്ലെ. പിന്നെയോ ദൂരെ ദൂരെ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്, വളരെയേറെ ദൂരെ നിന്നും വരുന്ന കാറ്റും അതിനൊപ്പം വരുന്ന മഴമേഘങ്ങളുടെയും സഞ്ചാരത്തെയാണ് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. അടുത്തത്, കവിതയിലെ മറ്റു പദങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ, അതായത് ചാറ്റൽ മഴ ഭൂമിയിൽ പതിക്കുന്ന ആ ഭംഗി മനസ്സിൽ തെളിയുന്നു. മഴയുടെ മെല്ലെയുടെ പതനമാണ് ഇവിടെ പറയുന്നത്. ഉള്ളിനുള്ളിൽ, ഉള്ളിന്റെ ഉള്ളിൽ നിന്നും എന്ന അർത്ഥമാണ് ഇവിടെ പറയുന്നത്. മനസ്സിൽ തെളിയുന്ന സന്തോഷത്തെയാണ് കവി ഇവിടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്ന പാട്ടിനെ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം.
വരമഴ വർണ്ണമഴ എന്നാണ് ചോദ്യത്തിന്റെ പേര് കേട്ടോ. കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ മഴ ചിത്രങ്ങൾ നോട്ട് പുസ്തകത്തിൽ വരച്ചു നോക്കൂ. അതായത് നമുക്ക് കുറെ മഴ ചിത്രങ്ങൾ അറിയാം അല്ലെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ മഴ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറയണത്. വരച്ച ചിത്രങ്ങൾക്ക് കവിതയിൽ യോജിച്ച വരികളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാക്യങ്ങളോ അടിക്കുറിപ്പായിട്ടും കൂടെ ചേർക്കണം. മനസ്സിലായാലും ചിത്രം വരച്ചിട്ട് അതിന് അടിക്കുറിപ്പും കൂടെ കൊടുക്കുക. കവിതയിലെ കാഴ്ചകൾക്ക് പുറമെ മഴയെക്കുറിച്ച് വേറെയും ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ ഒരു മഴ ചിത്ര പ്രദർശനം നടത്തുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഴ അനുഭവം പലതാണ് അല്ലെ. അപ്പൊ രണ്ട് മഴക്കാഴ്ചകൾ ഇവിടെ ഒരു കവിതന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. മട്ടുപ്പാവിലിരുന്ന ഒരു കുട്ടി മഴ കാണുന്നുണ്ട്. പട്ടുകുടയ്ക്ക് പുറത്തൊരു പടപട കൊട്ടു കൊടുക്കും മട്ടിൽ. അപ്പൊ എങ്ങനെയാണ് ആ കുട്ടിക്ക് മഴ അനുഭവപ്പെടുന്നത്? പട്ടുള്ള നല്ല ഭംഗിയുള്ള കൊടയുടെ മുകളിൽ പടപടാന്ന് ആരോ കൊട്ടുന്ന പോലെയാണ് ആ കുട്ടിക്ക് മഴ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇവിടെ വേറൊരു അനുഭവം നോക്കൂ. തൊട്ടൊരു കൂരിൽ നിന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട്. പൊട്ടിച്ചോരും പുരയിൽ നിന്നും ഞെട്ടി എണീക്കും മട്ടിൽ. എങ്ങനെയാണ് ആ കുട്ടിക്ക് തോന്നുന്നത്? അതായത് ഇപ്പൊ പൊട്ടാനായിട്ട് നിൽക്കുന്ന വീട്, പുര, ആ പുരയിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന മട്ടിലാണ്, അത്രയും ശക്തമായിട്ടാണ് ആ കുട്ടിക്ക് മഴയെ തോന്നുന്നത് അല്ലെ. അപ്പൊ രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന് കാശുള്ളൊരു വീട്ടിലെ കുട്ടിയും പിന്നെ എന്താ പാവപ്പെട്ടവരുടെ ഒരു മഴ അനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കവിത ജിനനാണ് എഴുതിയിരിക്കുന്നത്, കവിയുടെ പേര്. അപ്പൊ രണ്ട് കുട്ടികളുടെ മഴ അനുഭവങ്ങളാണ് മുകളിൽ വരികളിലുള്ളത്. മഴ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെല്ലാമാണ് ചർച്ച ചെയ്യൂ, കണ്ടെത്തലുകൾ എഴുതൂ. അപ്പൊ രണ്ട് അനുഭവമാണ്. ഒരു കുട്ടിക്ക് എന്താണ് മഴ എന്ന് പറയുന്നത്? എന്താ, അത് നല്ല ആസ്വദിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് അല്ലെ. മറ്റൊരു കുട്ടിക്ക് എങ്ങനെയാ ഭയാനകമായ ഒരു കാഴ്ചയാണ് മഴ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. മഴ വ്യത്യസ്ത അനുഭൂതികളാണ് ഓരോരുത്തരിലും ജനിപ്പിക്കുന്നത്. ആവശ്യത്തിന് പോലും ജലം കിട്ടാതെ വലഞ്ഞവർക്കും പക്ഷിമൃഗാദികൾക്കുമെല്ലാം കടുത്ത വേനലിൽ ശേഷം വരുന്ന മഴ ഒരു അനുഗ്രഹമാണ്. എന്നാൽ കടുത്ത വേനൽ പോലെ തന്നെയാണ് കടുത്ത മഴ. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അധികമായാൽ അമൃതും വിഷം എന്ന പഴഞ്ചൊല്ല് പോലെയാണ്. കൂടിയാൽ എല്ലാം ദോഷം തന്നെയാണ് പ്രകൃതിക്കും മനുഷ്യർക്കും. മഴ വരുമ്പോൾ ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ കുറച്ചു പേരെങ്കിലും മഴയുടെ ശക്തി കൂടുന്തോറും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട്. ചോർന്നൊലിക്കുന്ന വീടും ദിവസക്കൂലിയും കൊണ്ട് ജീവിക്കുന്നവർക്ക് മഴക്കാലം ദുരിതകാലം തന്നെയാണ്. അവർക്ക് മഴയെ ഭയമാണ്. ഇരിക്കുന്ന കൂര നിലം പൊത്തുമോ, പണിയില്ലെങ്കിൽ എങ്ങനെ കുടുംബം നോക്കും തുടങ്ങിയ ചിന്തകളായിരിക്കും അവർക്ക് മഴക്കാലം. പണക്കാർ ഏറ്റവും മുകൾ നിലയിൽ ഇരുന്ന ചൂടുള്ള കൊതിയൂറും വിഭവങ്ങൾ കഴിച്ച് മഴയുടെ ഈണവും ഭംഗിയും ആസ്വദിക്കുമ്പോൾ കൂരയ്ക്കുള്ളിൽ നിറയുന്ന മഴവെള്ളം തേവിക്കളയുന്ന മഴ കാരണം പണിയുമില്ല അരിയുമില്ലാതെ മുഴുപട്ടിണിയിൽ കഴിയുന്നവർ എങ്ങനെയാണ് മഴ ആസ്വദിക്കുക? അവർക്ക് മഴ എന്നും ഞെട്ടി ഉണർത്തുന്ന പേടി സ്വപ്നം മാത്രമായിരിക്കും. പരസ്പരം സഹകരണവും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നതാണ് കാലം തെറ്റിയുള്ള ശക്തമായ മഴയ്ക്കുള്ള പ്രധാന കാരണം. പ്രകൃതിയെ സംരക്ഷിക്കുക. മഴക്കാലങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ. അപ്പൊ രണ്ട് അനുഭവങ്ങളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും രണ്ട് അനുഭവങ്ങളാണ് അല്ലെ. മഴ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എല്ലാവർക്കും ഒരേപോലെയാണോ? അല്ല. അപ്പൊ നല്ല നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഴ എന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. പക്ഷെ എന്നാൽ ഈ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരുണ്ടാവും. അവർക്കെന്ന് പറയുമ്പോൾ മഴ പറഞ്ഞ ഒരുപാട് കഷ്ടകാലങ്ങളിലെ സമയമായിരിക്കും മഴക്കാലം എന്ന് പറയുന്നത്. നേരെ ചൊവ്വ അവർക്ക് ജോലി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ദിവസക്കൂലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അവർക്ക് പണികൾ ഉണ്ടാവില്ല മഴക്കാലങ്ങളിൽ. അപ്പൊ എന്താവും, ആഹാരം പോലും വാങ്ങാൻ വഴി ഉണ്ടാവില്ല. പിന്നെ എന്താ, വീട്ടിനുള്ളിൽ വെള്ളം കയറുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം. മഴക്കവിതകൾ ചൊല്ലാം. അടുത്തുള്ള വായനശാലയിൽ നിന്ന് കൂടുതൽ മഴക്കവിതകൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ഒന്നിച്ചു ചേർന്ന് ചൊല്ലി രസിക്കുമല്ലോ. ആദ്യ മഴ മണ്ണിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. കണ്ടെത്തലുകൾ കുറിക്കൂ. അപ്പൊ നമുക്ക് ആദ്യം മഴക്കവിത എഴുതാം. കുഞ്ഞുണ്ണി മാഷിന്റെ ചെറിയ മഴക്കവിതയാണ് കേട്ടോ. തുള്ളിപ്പാഞ്ഞു വരുന്നു മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാമീ മഴ കൊള്ളരുതി മഴ, കൊള്ളാം പെയ്യട്ടെ. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യ മഴ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ വരുന്ന ആദ്യത്തെ മഴ. മണ്ണിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീഴുന്നതും ആ വെള്ളം മുഴുവൻ മണ്ണിലോട്ട് വലിച്ചെടുക്കും അല്ലെ, മണ്ണ് വലിച്ചെടുക്കും. കാരണം വരണ്ട് കിടക്കുകയായിരിക്കും ഭൂമി. വരണ്ട മണ്ണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. നല്ല മണ്ണിന്റെ മണമായിരിക്കും. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നല്ല മണ്ണിന്റെ മണമായിരിക്കും എല്ലായിടത്തും ഉണ്ടാവും. നല്ല മണ്ണിന്റെ മണം എങ്ങും പരക്കും. മണ്ണിൽ നിന്നും പുല്ലാമ്പുകളും ദാഹിച്ചു കിടന്ന വിത്തുകളും പൊട്ടിമുളയ്ക്കുന്നു. പിന്നെയോ മണ്ണിൽ ചെറിയ നീർച്ചാലുകൾ. പിന്നെയും നമ്മൾ ദിവസം മഴ പെയ്യുന്തോറും മണ്ണ് വലിച്ചെടുക്കില്ല, പകരം അത് നീർച്ചാലുകളായിട്ട് ഒഴുകുന്നത് കാണാം അല്ലെ. മണ്ണിൽ ചെറിയ നീർച്ചാലുകൾ രൂപം കൊള്ളുന്നു. ഇതൊക്കെയാണ് ആദ്യ മഴ മണ്ണിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഇനിയുണ്ട് അല്ലെ. അപ്പൊ അത് കൂട്ടിച്ചേർത്ത് എഴുതുക.
അപ്പോൾ ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഇടാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്